സാക്ഷാൽ വിശ്രമം എവിടെ? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 34 വരെ. ധ്യാനത്തിനായിട്ട് 27-ാം വാക്യം. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ജീവിതത്തിൻ്റെ വരിഞ്ഞുമുറുക്കൽ അഥവാ ടെൻഷൻ ആധുനിക നാഗരിക ഗാത്രത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണെന്ന് ചിലർ വിശേഷിപ്പിക്കാറുണ്ട്. ശരീര മനസ്സുകളുടെ ആരോഗ്യത്തെ തകർക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ഇതിൻ്റെ പ്രായപൂർത്തിയിലെത്തിയ സഹോദരനാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിതമായ രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം ഇക്കാലത്ത് സർവ്വസാധാരണമാണല്ലോ. എനിക്ക് പ്രഷറിൻ്റെ അസുഖമാണ് എന്ന് ചിലർ അല്പം അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പരിഷ്കൃത ജീവിതത്തിൻ്റെ ഘടകങ്ങളാണ് രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം മുതലായവ എന്നാണ് വെപ്പ്. എന്നാൽ മനുഷ്യൻ്റെ താളം തെറ്റിയ ജീവിതത്തിൻ്റെ സംഭാവനകളാണിവയെന്ന് പലരും ഓർക്കാറില്ല. വാസ്തവത്തിൽ മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുന്ന അർബുദത്തേക്കാൾ അപകടകാരിയാണ് ടെൻഷൻ അഥവാ സ്വയം വരിഞ്ഞു മുറുക്കൽ എന്ന് മനഃശാസ്ത്രജ്ഞർ വരെ അവകാശപ്പെടുന്നു. 50 കഴിഞ്ഞ് മരിക്കുന്നവരിൽ 1/4 ആളുകൾ രക്തസമ്മർദ്ദ രോഗം കൊണ്ടാണ് മരിക്കുന്നതെന്ന് ഒരു ഇൻഷുറൻസ് ഡോക്ടർ പറഞ്ഞതായി ഡേവിഡ് റേ എന്ന ഗ്രന്ഥകാരൻ പറയുന്നു. രക്തസമ്മർദ്ദത്തിന് പുറമേ കുടലിൽ വ്രണം, ആസ്തമ, കൊടിയ തലവേദന, സന്ധിവാതം, ഹൃദ്രോഗം മുതലായ രോഗങ്ങളും ശരീര മനസ്സുകളെ സ്വയം വരിഞ്ഞു മുറുക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നു എന്ന് ബിഷഗുരന്മാർ തെളിയിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ എത്ര കുടുംബ ബന്ധങ്ങളാണ് ടെൻഷൻ്റെ ഫലമായി തകർന്നു പോകുന്നത്. കുടുംബജീവിതത്തിലെ പിരിമുറുക്കങ്ങളുടെയും സംഘർഷങ്ങളുടെയും പരിണിത ഫലമാണ് കുട്ടികൾ താന്തോന്നികളായി തീരുന്നതെന്ന് മനഃശാസ്ത്രപരമായ പഠനം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അസ്വസ്ഥതകളുടെ കാരണം ചികഞ്ഞു നോക്കുവാൻ മെനക്കെടുന്നവർ അവരുടെ കുടുംബജീവിത രംഗത്തുള്ള ടെൻഷനും അസ്വസ്ഥതകളും കൂടി പഠന വിഷയമാക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ അനർത്ഥങ്ങൾക്ക് പുറമേ മാനസികമായ വരിഞ്ഞുമുറുക്കൽ അഥവാ ടെൻഷൻ നമ്മുടെ കർമ്മക്ഷമതയെയും ബാധിക്കുക കൂടി ചെയ്യും. നമ്മുടെ കാര്യശേഷിയെ അത് ചോർത്തിക്കളയുന്നു. ഇങ്ങനെയുള്ള ഒരു മാറാ വിപത്താണ് ടെൻഷൻ. പക്ഷേ അതിനെ മനസ്സിൽ കുടിയിരുത്തി ഊട്ടി വളർത്തുന്നു എന്നതല്ലേ വാസ്തവം. മുറുകിയിരിക്കുന്ന മനസ്സിനെ അയക്കുക എന്നതാണ് നമ്മുടെ ആരോഗ്യവും കാര്യശേഷിയും വീണ്ടെടുക്കുവാനുള്ള മാർഗം. അതിന് വിശ്രമമാണ് ആവശ്യം. ശ്രമത്തിൽ നിന്നുള്ള മോചനം അഥവാ പിരിമുറുക്കം അയക്കാൻ എന്നതാണ് വിശ്രമം എന്ന വാക്കിൻ്റെ സാരം. എന്നാൽ പതിവായി ചെയ്യുന്ന ജോലിയിൽ നിന്ന് വിശ്രമിക്കുന്നതുകൊണ്ട് വിശ്രമം ലഭിക്കണമെന്നില്ല. എന്തെന്നാൽ അപ്പോഴും അവരുടെ മനസ്സ് വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കും. അവർക്ക് വേണ്ടവണ്ണം ഉറങ്ങുവാൻ കഴിയുകയില്ല. ഊട്ടിയിലോ അതുപോലെയുള്ള ഏതെങ്കിലും വിശ്രമ സങ്കേതങ്ങളിലോ പോയി താമസിക്കുന്നതുകൊണ്ടും വിശ്രമം ലഭിക്കണമെന്നില്ല. ദൈവത്തിന് മാത്രമേ ഒരുവന് വിശ്രമം കണ്ടെത്താൻ കഴിയൂ. ഭക്തകവിയായ ദാവീദ് 3-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പാടുന്നുണ്ട്: ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. സർവേശ്വര, എൻ്റെ വൈരികൾ എത്ര വളരെയാണ്! എനിക്കെതിരായി അസംഖ്യം ആളുകൾ എഴുന്നേൽക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. പരമനാഥ, അങ്ങാകട്ടെ അനർത്ഥങ്ങളിൽ നിന്ന് എപ്പോഴും കാക്കുന്നു. എൻ്റെ തല ഉയർത്തുന്നവനും എൻ്റെ മഹത്വവും അങ്ങാകുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ടെൻഷൻ ജീവിതത്തിൽ ഉണ്ടായാലും ദാവീദിനെ പോലെ കിടന്നുറങ്ങുവാൻ കഴിയണമെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണം ജീവിതത്തിൽ കൂടിയേ തീരും. ദൈവത്തെ കൂടാതെ ഏതെങ്കിലും വിശ്രമ ഉപാധികളെ ആശ്രയിച്ചാലും ഫലമില്ല. അസ്വസ്ഥത അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ദൈവത്തിലേക്ക് തിരികെയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. ഓർക്കണമേ, ഇന്നുള്ളത് കൊണ്ട് ഇന്ന് കഴിയുക. നാളത്തേക്കുള്ളത് ഉടയതമ്പുരാൻ കൽപ്പിച്ചു തരും. സഭാപ്രസംഗി 4:6. 2 കൈയും നിറയെ അധ്വാനവും വൃഥാ പ്രയത്നവും ഉള്ളതിനേക്കാൾ 1 കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.